മെഡിക്കൽ ടേംസ് മെയ്ഡിസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സഫിക്സസ് പാർട്ട് 6 ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഗ്രാഫി എന്ന് പറയുന്ന സഫിക്സ് ആണ്. ഗ്രാഫി GRAPHY, മീനിങ് വരുന്നത് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ, അതായത് ഇപ്പോൾ എക്സ്റേ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു റെക്കോർഡിംഗ് ആവാം. ഇപ്പോൾ എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്സ്റേ എടുക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പിക്ചറായിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു റെക്കോർഡിംഗ്, അതൊരു പിക്ചറോ അല്ലെങ്കിൽ എക്സ്റേ പിക്ചർ പോലെ പിക്ചറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ഗ്രാഫ് ലൈക്ക് റെക്കോർഡോ, ആസ് ഇൻ ദ കേസ് ഓഫ് ECG അതുപോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊസീജിയർ, നമ്മളൊരു പേഷ്യൻറ്റിനെ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ചെയ്യുന്നു, ആ പ്രൊസീജിയറിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾക്കൊരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു പിക്ചർ കിട്ടുന്നു. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എന്ന് ഗ്രാഫിയുടെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫി എന്ന് എൻഡ് ചെയ്യുന്ന ഏതൊരു മെഡിക്കൽ വേർഡും ഒരു സം കൈൻഡ് ഓഫ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സംതിങ് ഈസ് ബീങ് റെക്കോർഡഡ്. അതൊരു എക്സ്റേ പിക്ചർ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഇമേജിങ് പ്രൊസീജിയേഴ്സ് ആവാം. ഇപ്പോൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI അങ്ങനെയുള്ള മീൻസ് റെക്കോർഡ്സ് ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് പിക്ചേഴ്സ് അല്ലാതെ, ഇമേജിങ് അല്ലാതെയുള്ള മറ്റ് പ്രൊസീജിയേഴ്സും ആവാം. എനിവേ, ഗ്രാഫി എപ്പോഴും ഒരു പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആണ്, ഒരു പ്രൊസീജിയർ ഇൻ വിച്ച് സംതിങ് ഈസ് റെക്കോർഡഡ് ഓഫ് ദ പേഷ്യൻസ് ബോഡി. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ എന്തായാലും ഇത് ഗ്രാഫി എപ്പോഴും ഒരു പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റെക്കോർഡ് ഒരു പിക്ചർ വിച്ച് വി ഒബ്റ്റെയിൻ ആഫ്റ്റർ എ പ്രൊസീജിയർ വിച്ച് എൻഡ്സ് വിത്ത് ഗ്രാഫി, അതിനെയാണ് നമ്മൾ ഗ്രാം എന്നുള്ള സഫിക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗ്രാം. ഇപ്പോൾ ഗ്രാം എന്ന് എൻഡ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം ഒരു റെക്കോർഡോ അല്ലെങ്കിൽ ഒരു പിക്ചറോ ആയിരിക്കും. അത് നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രാഫി പ്രൊസീജിയറിൽ കൂടി ആയിരിക്കും. അപ്പോൾ അതാണ് ഗ്രാഫി എന്നുള്ള സഫിക്സും ഗ്രാം എന്നുള്ള സഫിക്സും തമ്മിലുള്ള ഒരു സാമ്യം. ഓക്കെ, സോ എപ്പോഴും ഗ്രാഫി ഇസ് എ പ്രൊസീജിയർ ഇൻ വിച്ച് സംതിങ് ഈസ് റെക്കോർഡഡ്. അതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു റെക്കോർഡിനെയോ പിക്ചറിനെയോ ആണ് ഗ്രാം എന്ന സഫിക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 8 എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, എല്ലാം എനിക്ക് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു മെജോറിറ്റിയും എക്സ്റേസിൻ്റെ പേരുകളാണ്, എക്സ്റേ പ്രൊസീജിയേഴ്സിൻ്റെ പേരുകളാണ്. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ മാമോഗ്രാഫി വളരെ കോമൺ ആയിട്ടുള്ള എക്സ്റേ പ്രൊസീജിയറാണ്. മാമോ എന്നുള്ളത് കമ്പൈനിങ് ഫോമാണ് ബ്രസ്റ്റിൻ്റെ. സോ മാമോഗ്രാഫി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്റേ പ്രൊസീജിയറാണ്. നമ്മളതിൽ ബ്രസ്റ്റിൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. വളരെ നേരത്തെ തന്നെ നമുക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡിയാണ് മാമോഗ്രാഫി. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ എക്സ്റേ പിക്ചർ ഓഫ് ദ ബ്രസ്റ്റ്. ഓക്കെ, അതേപോലെ മൈലോ MYELO മൈലോഗ്രാഫി. മൈലോ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൈനൽ കോഡിനെയാണ് കാണിക്കുന്നത്. ആക്ച്വലി മൈലോ എന്നുള്ളതിന് ബോൺ മാരോ എന്നുകൂടി അർത്ഥമുണ്ട്. അത് ആ മൈലോയുടെ കൂടെ ഏത് സഫിക്സ് ആണോ വരുന്നത് അനുസരിച്ച് മൈലോയുടെ മീനിങ് മാറും. അത് ചില ടേംസിൽ സ്പൈനൽ കോഡ് എന്നും ചില ടേംസിൽ ബോൺ മാരോ എന്നുമാണ്. അപ്പോൾ ഗ്രാഫിയുടെ കൂടെ മൈലോ വരുമ്പോൾ അതെപ്പോഴും സ്പൈനൽ കോഡാണ്. കാരണം നമ്മൾ ബോൺ മാരോയുടെ എക്സ്റേസ് എടുക്കാറില്ല, നമ്മൾ സ്പൈനൽ കോഡിൻ്റെ എക്സ്റേസ് ആണ് എടുക്കാറ്. സോ സ്പൈനൽ കോഡിൻ്റെ എക്സ്റേ എടുക്കുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് മൈലോഗ്രാഫി. സോ അത് സ്പൈനൽ കോഡിൻ്റെ എക്സ്റേസ് ഇപ്പോൾ അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CTയും MRI ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് അത്ര ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. എന്നാലും ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്, എ പ്രോസസ് ഓഫ് taking the X-ray pictures of recording the X-ray pictures of spinal cord. That's milo. Again, arthrography. Arthro means joint. അപ്പോൾ ഒരു ജോയിൻറ്റിൻ്റെ എക്സ്റേ എടുക്കുന്ന പ്രൊസീജിയറാണ് ആർത്രോഗ്രാഫി എന്ന് പറയുന്നത്. ആർത്രോ മീൻസ് ജോയിൻറ്റ്. അതേപോലെ ആൻജിയോഗ്രാഫി, അതും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സാധാരണക്കാർക്കൊക്കെ അറിയുന്ന ഒരു പ്രൊസീജിയറാണ് ആൻജിയോഗ്രാഫി. പിന്നെ ആൻജിയോ എന്ന് പറഞ്ഞാൽ വെസൽസ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ആൻജിയോഗ്രാഫി എപ്പോഴും ഒരു എക്സ്റേ പ്രൊസീജിയർ ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ, ബ്ലഡ് വെസൽസ് ഇപ്പോൾ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ സെറിബ്രൽ എന്ന് പറയും.
അല്ലെങ്കിൽ ഹാർട്ടിൻ്റേതാണ് കൊറോണറി, അതുപോലെ കിഡ്നിയുടെ വെസൽസ് ആണെങ്കിൽ റീനൽ, ലങ് ആണെങ്കിൽ പൾമണറി. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഫാമിലി ഓഫ് ബ്ലഡ് വെസൽസ് ആണ് സപ്ലൈയിങ് എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ അങ്ങനെ ഓരോ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡിയിലും സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നതിനാണ് നമ്മൾ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത് ബ്ലോക്സ് ഒക്കെ ഉണ്ടോ എന്നറിയാം, നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ബ്ലോക്സ് ബ്ലഡ് വെസൽസിലുള്ള ആർട്ടറീസിലൊക്കെ ഉള്ള ബ്ലോക്സ് ആണ് പലപ്പോഴും സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ കാരണം. സോ സെറിബ്രൽ ആൻജിയോഗ്രാഫിയും അതുപോലെ കൊറോണറി ആൻജിയോഗ്രാഫിയൊക്കെ ഇങ്ങനെയുള്ള ബ്ലോക്സിനെ അതുപോലെ ഇങ്ങനത്തെ കണ്ടീഷൻസിനെ നേരത്തെ അറിയാനായിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് ആൻജിയോഗ്രാഫി. ഇതാ ഈ ആൻജിയോയുടെ ഒപ്പം തന്നെ നമ്മൾ വേറെ ചില കമ്പൈനിങ് ഫോംസ് ചേർത്താൽ വേറെ ചില വെസൽസിൻ്റെ എക്സ്റേസ് ആണ് കിട്ടുക. ലിംഫ് ആൻജിയോ, ആൻജിയോയുടെ തൊട്ട് മുന്നിൽ തന്നെ ലിംഫ് എന്നുള്ള ഒരു കമ്പൈനിങ് ഫോം കൂടി വരുമ്പോൾ ഇറ്റ് ഇസ് ലിംഫ് ആൻജിയോ. അതായത് ലിംഫ് വെസൽസിൻ്റെ എക്സ്റേസ് എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് ലിംഫ് ആൻജിയോഗ്രാഫി എന്ന് പറയുക. പ്രത്യേകിച്ച് നമുക്ക് ലിംഫ് എവിടെയും അത് തന്നെയാണ് പർപ്പസ്, ലിംഫ് വെസലുകൾക്ക് ബ്ലോക്സ് ഉണ്ടോ എന്നറിയാൻ. അങ്ങനെ ഉണ്ടാകുന്നത് സാധാരണ ലിംഫോമ എന്നൊക്കെ പറയുന്ന ക്യാൻസേഴ്സിലാണ്. നമ്മുടെ ലിംഫ് നോഡുകളൊക്കെ വലുതായിട്ട് ലിംഫ് വെസൽസിനെ ബ്ലോക്ക് ചെയ്യും, ലിംഫിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നു. അപ്പോൾ അതിനാണ് മെയിൻലി നമ്മൾ ഒരു ലിംഫോമയുടെയൊക്കെ ഒരു സ്റ്റഡി ആയിട്ടാണ് ലിംഫ് ആൻജിയോഗ്രാഫി ചെയ്യുക. അതേപോലെ തന്നെ കൊളാൻജിയോഗ്രാഫി, അവിടെ CHOL എന്ന് വരുന്നു, പിന്നെ ആൻജിയോഗ്രാഫി തന്നെയാണ്. പക്ഷേ ഈ CHOL എന്നുള്ളത് ബൈലിനെയാണ് സൂചിപ്പിക്കുന്നത്. കോളി എന്നൊരു കമ്പൈനിങ് ഫോം ഉണ്ട്. സോ CHOL ദെൻ ആൻജിയോഗ്രാഫി, ദറ്റ് മീൻസ് ബൈലിനെ കൊണ്ടുപോകുന്ന വെസൽസ്, അതായത് ബൈൽ ഡക്റ്റുകൾ, ലിവറിൽ നിന്നും നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലേക്ക് ബൈലിനെ ക്യാരി ചെയ്യുന്ന ഡക്റ്റുകളാണ് ബൈൽ ഡക്റ്റുകൾ. അപ്പോൾ എഗെയിൻ അവരുടെ ബൈൽ ഡക്ട്സിൻ്റെ ബ്ലോക്കേജസ് ഒക്കെ കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് ഗോൾ സ്റ്റോൺസ്, നമ്മൾ ഗോൾ സ്റ്റോൺ എന്ന് പറയില്ലേ, ബൈലിലുണ്ടാവുന്ന സ്റ്റോൺസ്, അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഈ ബൈൽ ഡക്റ്റുകൾക്ക് ബ്ലോക്കേജ് വരാം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്റേ പ്രൊസീജിയറാണ് കൊളാൻജിയോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോരോ ഭാഗത്തിൻ്റെ എക്സ്റേ. അപ്പോൾ ഈ ഇവിടെയെല്ലാം നമ്മൾ ഗ്രാഫി മാറ്റിയിട്ട് ഗ്രാം എന്നുള്ള സഫിക്സ് ആക്കി കഴിഞ്ഞാൽ അത് ആ പ്രൊസീജിയർ എക്സ്റേ എടുത്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന പിക്ചർ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ അത് എക്സ്റേ പിക്ചർ ഓഫ് ബ്രസ്റ്റ് ആണ്. മൈലോഗ്രാം ഇസ് എൻ എക്സ്റേ പിക്ചർ ഓഫ് ദ സ്പൈനൽ കോഡ്. അതേപോലെ ആർത്രോഗ്രാം ഇസ് എൻ എക്സ്റേ പിക്ചർ ഓഫ് ദ ജോയിൻറ്റ്. ദെൻ ആൻജിയോഗ്രാം എക്സ്റേ പിക്ചർ ഓഫ് ദ ബ്ലഡ് വെസൽ. അതേപോലെ ലിംഫ് ആൻജിയോഗ്രാം എക്സ്റേ പിക്ചർ ഓഫ് ദ ലിംഫ് വെസൽസ്. ആൻഡ് കൊളാൻജിയോഗ്രാം ഇസ് എൻ എക്സ്റേ പിക്ചർ ഓഫ് ദ ബൈൽ ഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്സ്റേസ് ആയിട്ട് ഇതിൽ വരുന്നത്. ഗ്രാഫിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആൻഡ് ദേ ആർ ഓൾ എക്സ്റേ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഗ്രാഫി മാറ്റി ഗ്രാം ആക്കിയാൽ അത് നമുക്ക് കിട്ടുന്ന പടം ആവും, പിക്ചർ ആവും. ഓക്കെ, ഇനി ഈ ലാസ്റ്റത്തെ രണ്ട് എക്സാമ്പിൾസ് വളരെ സ്പെഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോകാർഡിയോഗ്രാഫി ആൻഡ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫി. കണ്ടോ, ഇവിടെ നമുക്ക് ശരിക്കും രണ്ട് കമ്പൈനിങ് ഫോംസ് കാണാം. ഇലക്ട്രോ പ്ലസ് കാർഡിയോ, പിന്നെ നമ്മുടെ സഫിക്സ് ഗ്രാഫി. അതായത് നമുക്കറിയാം കാർഡിയോ മീൻസ് ഹാർട്ട്, സോ ഇലക്ട്രിസിറ്റി എന്ന് തന്നെ പറയാം, ഇലക്ട്രോ കമ്പൈനിങ് ഫോം. സോ അതായത് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫി. അവിടെയും പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു പടമല്ല, എക്സ്റേ പോലെ ഒരു പിക്ചർ അല്ല എടുക്കുന്നത്, ഒരു ഗ്രാഫ് ലൈക്ക് റെക്കോർഡാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആ ഗ്രാഫ് ലൈക്ക് റെക്കോർഡ് ആക്ച്വലി എന്തിനെയാണ് സൂചിപ്പിക്കുക, അല്ലെ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഹാർട്ടിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. കാരണം ഹാർട്ടിന് സ്പെഷ്യലായിട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഹാർട്ടിന് ബീറ്റ് ചെയ്യാനും സ്വന്തമായിട്ട് ബീറ്റ് ചെയ്യാനും പമ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അതിൻ്റെ മസിൽസിന് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അങ്ങനെ ഹാർട്ടിൻ്റെ മസിൽസിൽ കൂടി അത് കണ്ടക്ട് ചെയ്യാനും പറ്റും. വേറെ ഒരു മസിലിനും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അങ്ങനെ ഹാർട്ട് മസിലിൽ ഉണ്ടാവുകയും ഹാർട്ട് മസിലിൽ കൂടി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ആ ഒരു ഇലക്ട്രിക്കൽ കറൻറ്റിനെ നമ്മൾ ഇലക്ട്രോഡുകളൊക്കെ വെച്ചിട്ട് ചെസ്റ്റിലും കൈകാലുകളിലും ഒക്കെ ലിംസിലും ഒക്കെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫി എന്ന് പറയാം. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. അവിടെയും ഗ്രാഫി മാറി ഗ്രാം വരുമ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാം, അതാണ് നമ്മൾ ECG എന്ന് പറയുന്ന പ്രൊസീജിയർ. ECG അല്ലെങ്കിൽ EKG എന്നും പറയാറുണ്ട്. കാരണം ഹാർട്ടിൻ്റെ കമ്പൈനിങ് ഫോം നമുക്ക് ഗ്രീക്ക് ഇതിൽ ഒറിജിനാണ് ശരിക്കും കാർഡി. അപ്പോൾ അവിടെ കെയും യൂസ് ചെയ്യാറുണ്ട്. CARDI പോലെ തന്നെ KARDI യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ECG അല്ലെങ്കിൽ EKG എന്ന്, യൂഷ്വലി US EKG എന്നുള്ള പേരാണ്
കൂടുതൽ ഉപയോഗിക്കുക ദാൻ ECG. അപ്പോൾ എന്തായാലും ഗ്രാം വരുമ്പോൾ അതെന്തായി റെക്കോർഡാണ്. നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫിയിൽ കൂടി റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ആ ഒരു ഗ്രാഫ് ലൈക്ക് റെക്കോർഡ് ഇസ് കോൾഡ് ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG ഓർ EKG. ഓക്കെ, അതേപോലെ തന്നെ ബ്രെയിനിനും ഉണ്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. കാരണം ബ്രെയിനിനകത്തുള്ള ന്യൂറോണുകൾ വർക്ക് ചെയ്യുന്നതിന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ്, കണ്ടക്ട് ചെയ്തിട്ടാണ്. അതാണ് നമ്മൾ ന്യൂറോണുകൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം മുഴുവനും എത്രയോ കോടി ന്യൂറോണുകൾ ഇങ്ങനെ ഇലക്ട്രിക്കൽ വേവ്സ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ബ്രെയിനിൻ്റെയും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് അത് നടത്തുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോ എൻസെഫലോ മീൻസ് ബ്രെയിൻ. മറ്റേത് കാർഡിയോ ആയിരുന്നു, ഇവിടെ എൻസെഫലോ. സോ എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ ഇസ് കോൾഡ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫി. ആൻഡ് അത് നമ്മൾ ഗ്രാഫി മാറ്റി വീണ്ടും ഗ്രാം ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആവും. അപ്പോൾ അതായത് അവിടെ റെക്കോർഡ് ഓഫ് ദറ്റ് ഗ്രാഫ് ലൈക്ക് റെക്കോർഡ് ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ. അതാണ് നമ്മൾ EEG എന്ന് പറയും, അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG. അപ്പോൾ മറ്റേത് ECG ആണ്. ഗ്രാം വരുമ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാം ഇസ് ECG ഓർ EKG, റെക്കോർഡ് ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്, ആൻഡ് ദിസ് ഇസ് റെക്കോർഡ് ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ. അപ്പോൾ ഗ്രാഫി ആയാലും ഗ്രാം ആയാലും ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം മാറ്റം വരിക. ഓക്കെ, ഗ്രാഫി ആ പ്രൊസീജിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ കൂടി നമ്മൾക്ക് കിട്ടുന്ന റെക്കോർഡിനെയാണ് നമ്മൾ ECG എന്നും EEG എന്നൊക്കെയുള്ള അബ്രിവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഗ്രാം എന്നുള്ള സഫിക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇതുപോലെ ഇനിയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 8 എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ശരിക്കും എക്സ്റേ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഈ ലാസ്റ്റ് 2 വേറൊരു ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഗ്രാഫി ആൻഡ് ഗ്രാം എപ്പോഴും ഗ്രാഫി ഓൾവേസ് റെപ്രസെൻറ്റ്സ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്. അങ്ങനെ റെക്കോർഡിങ്ങിൽ കൂടി കിട്ടുന്ന റെക്കോർഡ് ഓർ പിക്ചറിൻ്റെ പേരിന് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സഫിക്സ് ഗ്രാം ആണ്. ഇനി ECGയും EEGയും എടുത്താൽ നമ്മൾ ഗ്രാഫ് എന്നൊരു സഫിക്സ് കൂടി വരുന്നുണ്ട്. ഗ്രാഫ്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് ആ ECG എടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ്. ECG മെഷീനിനെയാണ് നമ്മളെപ്പോഴും ഗ്രാഫ് എന്ന പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്, സഫിക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗ്രാഫി ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് ഗ്രാം ഇസ് എ റെക്കോർഡ് ആൻഡ് ഗ്രാഫ് ഇസ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് വിച്ച് വി റെക്കോർഡ് ദ ECG. അതുപോലെ തന്നെ ഈ ഇലക്ട്രോ എൻസെഫലോഗ്രാഫും അതുപോലെ തന്നെ. ഓക്കെ, ആ EEG റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ്റെ പേരാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക, ഗ്രാഫി, ഗ്രാം ആൻഡ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് എക്സ്റേസിനൊന്നും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് ഉപയോഗിക്കാറില്ല. കാരണം ഏത് എക്സ്റേ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേ മെഷീനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർഗൻസിൻ്റെ പേര് വെച്ചിട്ട് എക്സ്റേ മെഷീൻ്റെ പേര് മാറുന്നില്ല. അപ്പോൾ EEGക്കും ECGക്കും ഒക്കെയാണ് നമ്മൾ ഈ ഗ്രാഫ് എന്നുള്ള പേര്, ആ ഒരു സഫിക്സ് യൂസ് ചെയ്യുന്നത്. കാരണം അതൊരു സ്പെഷ്യൽ മെഷീനാണ്. ECG മെഷീൻ്റെ പേര് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, EEG മെഷീൻ്റെ പേര് എന്താണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. അത് എക്സ്റേസിന് ഈ ഗ്രാഫ് എന്നുള്ളത് യൂസ് ചെയ്യാറില്ല, ഓൺലി ഗ്രാഫി ആൻഡ് ഗ്രാം. ഇനി ഈ ഗ്രാഫിയുടെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്റേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു. ഗ്രാഫി മെയിൻലി വരുന്നത് എക്സ്റേ പ്രൊസീജിയേഴ്സിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റേസിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഗ്രാഫിയുടെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എക്സ്റേസിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റേസും ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് വീഡിയോയും കാണണം. ഇതും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കമ്പൈനിങ് ഫോംസ് എന്നൊക്കെയുള്ള ടേംസ് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോസും കൂടി നിങ്ങൾ കാണണം. ഫസ്റ്റ് വീഡിയോയിൽ ഇതിനെപ്പറ്റിയല്ല, എങ്ങനെയാണ് ഒരു വേർഡ് ഉണ്ടാവുന്നത്, ഒരു മെഡിക്കൽ ടേം ഉണ്ടാവുന്നത്, അതിനെപ്പറ്റിയുള്ള ഫസ്റ്റ് വീഡിയോ, ഇൻട്രൊഡക്ഷൻ ടു മെഡിക്കൽ ടെർമിനോളജി, ആ ഫസ്റ്റ് വീഡിയോയും കൂടി കാണുക. ഓക്കെ, താങ്ക് യു.